ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ഇറ്റ് സെൽഫ് ബൈ ആതിര. അപ്പോൾ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഈ കള്ളപ്പം ഉണ്ടാക്കണം. നമ്മൾ പുറത്ത് പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അച്ഛനോട് പറഞ്ഞായിരുന്നു എവിടെയെങ്കിലും കിട്ടുമ്പോൾ കൊണ്ടുവരണം. അങ്ങനെ അച്ഛൻ ഒരു ദിവസത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അവസാനം നമ്മുടെ കയ്യിൽ കിട്ടിയിരുന്ന നാടൻ പനങ്കള്ളാണ്. അപ്പോൾ അമ്മ അതേ അരിയൊക്കെ കുതിർത്ത് വെച്ച് തേങ്ങയും പിന്നെ നമ്മുടെ കള്ളും ഇതൊക്കെ ചേർത്ത് അമ്മ നന്നായി അടിച്ച് വെച്ചു. അപ്പോഴകത്ത് നമുക്ക് പാരഗൺ സ്റ്റൈൽ ഫിഷ് മാംഗോ കറി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ട മെയിൻ സാധനം നമ്മുടെ മാങ്ങ. അവസാനത്തെ നമ്മുടെ ഈ മാങ്ങാക്കാലത്ത് അവസാനത്തെ മാങ്ങയും കൂടെ പൊട്ടിച്ചതേ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കറിവേപ്പിൻ്റെയും പൊട്ടിച്ചു. പിന്നെ നമ്മുടെ മെയിൻ സാധനമായിട്ട് നമ്മളൊരു തേങ്ങയും കൂടെ എടുത്ത് നമ്മൾ നേരെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും അതേ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മളൊക്കെ ഉണ്ടാക്കാം. അതേ പാത്രമൊക്കെ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഒരു ഏലക്കായും പട്ടയും ഗ്രാമ്പും ചെറിയ കഷ്ണം വേണമെന്നില്ല, പക്ഷെ എൻ്റെ ഒരു മനസ്സാണ് തന്നെ ഞാൻ അതും കൂടെ ഇട്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് നമ്മൾ നല്ലോണം വാട്ടണം. പിന്നെ പച്ചമുളക് ഇട്ടു. പച്ചമുളക് 2-3 ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അതൊക്കെ ഇട്ട് പിന്നെ ചെറിയ ഉള്ളി, നമ്മൾ വലിയ ഉള്ളി ഇതിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ചെറിയ ഉള്ളി ഒരുപാട് ഇട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞ് ഇതേ 2 തക്കാളിയാണ് ഇട്ടിട്ടുള്ളത്. ഇതിന് തക്കാളി നന്നായി വേവിക്കണം. അപ്പോൾ അത് അടച്ചു വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ട്രൈ ആണത്, ശരിയായാൽ മതിയായിരുന്നു എന്നുള്ള ഇതിലാണ് ചേട്ടൻ. അങ്ങനെ ഒരു ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 സ്പൂൺ മുളക് പൊടി ഇട്ടു, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്യുകയാണ്. ഇങ്ങനെ വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാം കറി അതുപോലെ ആവണമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് നമ്മൾ വെള്ളം കൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മുടെ മാങ്ങ കുറച്ച് ഹാർഡായതുകൊണ്ട് അത് പച്ചയാണ്, പഴുത്തിട്ടില്ല, പക്ഷേ അതിൻ്റെ കളർ അങ്ങനെയാണ്. അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്ത് അത് നല്ല വേവുള്ളതുകൊണ്ട് കുറച്ച് നേരം അത് നമുക്ക് അടച്ച് വയ്ക്കാം. പിന്നെ നമ്മൾ ഈ മീൻകറി പാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ കഷ്ണം മീനാണ് ഇടുക. അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ മീൻ ഇട്ടിട്ടാണ്, ഇതിനെന്താ മുള്ളൻ എന്നൊക്കെ ഞങ്ങളുടെ ഇവിടെ പറയാം. അപ്പോൾ അത് ഇട്ടു. ഈ മീനിന് വേറെ ടേസ്റ്റ് ആയതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിട്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇതേപോലെ മീനും ഇട്ട് കൊടുത്തു. അതിന് മീനും മാങ്ങയും കൂടെ നമ്മൾ വേവിക്കാൻ വെക്കുകയാണ്. അങ്ങനെ അതേ നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, മാങ്ങയും വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ അടുത്ത മെയിൻ പരിപാടി. അപ്പോൾ ഈ മാങ്ങയ്ക്ക് അത്ര പുളിയില്ലാത്തതുകൊണ്ട് ഞാനൊരു സ്പൂണ് നമ്മുടെ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് മിക്സ് ചെയ്ത് പിന്നെ ഇനി നമ്മുടെ മെയിൻ സംഭവമായിട്ടുള്ള തേങ്ങാപ്പാൽ. അങ്ങനെ തേങ്ങാപ്പാൽ 1-ാം പാൽ തന്നെയാണ്, കട്ടിയുള്ള പാൽ, അത് ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മളത് തിളച്ച് വന്നപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. നല്ല അതേ പാരഗൺ സ്റ്റൈലിൻ്റെ മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കള്ളൊക്കെ ഒഴിച്ചിട്ടുള്ള അപ്പം ഉണ്ടാക്കണത്. അപ്പോൾ എങ്ങനെ വരുന്നൊന്നും അറിയില്ല. അപ്പോൾ നല്ല ഡോട്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പം. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റി അപ്പമായിരുന്നു. അപ്പോൾ നമ്മുടെ അപ്പവും കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ്. ബൈ.